ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ തൈരും വഴുതനങ്ങയും വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെയൊക്കെ ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയത് മിസ്റ്റേക്ക് പറ്റിയെന്ന് വിചാരിച്ച് ടേസ്റ്റിനൊരു മാറ്റമില്ല കേട്ടോ. ഇതിനാവശ്യമായിട്ട് ഞാൻ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിയാവും വേണ്ട, എന്നാൽ തീരെ ചെറുതാവും വേണ്ട. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഗരം മസാലയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ അടച്ച് വെച്ചിട്ട് 2 ഭാഗവും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലതുപോലെ മൊരിയിച്ചെടുക്കുക കേട്ടോ. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മാറി വരുന്ന സമയത്ത് തൈര് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക കേട്ടോ. തൈരിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഈ സമയത്ത് ചേർക്കണം. നമ്മൾ തൈര് ഒഴിക്കുന്ന സമയത്ത് ഒരിക്കലും തൈര് തിളപ്പിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. എൻ്റെ തൈരൊന്ന് തിളച്ച് പോയി, അതുകൊണ്ട് തന്നെ അതൊന്ന് ലൂസായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തൈര് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള വഴുതനങ്ങ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചേർത്തെടുക്കുക കേട്ടോ. ഒരുപാട് ഇട്ടിട്ട് അങ്ങനെ ഇളക്കാനൊന്നും പാടില്ല. ഇപ്പോൾ എനിക്ക് ഇവിടെയും ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത പാത്രം കുറച്ച് പരന്നതായത് കൊണ്ട് തൈര് നല്ലതുപോലെ വഴുതനങ്ങയിൽ മുങ്ങിയില്ല. നിങ്ങൾ പാത്രം എടുക്കുമ്പോൾ നല്ല ആഴത്തിലുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.